السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. പ്രിയമുള്ളവരെ, 14/6/2024 യൗമുൻ ബി ആമൈൻ എന്ന ശീർഷകത്തിൽ UAE ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുത്ബയുടെ മലയാള സാരാംശം ഇവിടെ പറയുകയാണ്. ഒരു ദിവസം അത് 2 വർഷത്തെ പ്രതിഫലം നൽകുന്ന ശ്രേഷ്ഠതയുള്ള ദിവസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അറഫയുടെ മഹത്വം പറയുകയാണ് ഖുത്ബയിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ സ്ഥാനം നൽകിയ മാസം, ദിവസങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ള, അല്ലാഹു തആല സത്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച വശാഹിദിൻ വമഷ്ഹൂദ്, സാക്ഷിയെ തന്നെയാണ്, സാക്ഷി നിർത്തപ്പെടുന്നതിനെ തന്നെയാണ് സത്യം എന്നതിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അൽ യൗമുൽ മഷ്ഹൂദു യൗമു അറഫ, സാക്ഷി നിർത്തപ്പെടുന്ന ദിവസം അറഫ ദിനമാണ്. അള്ളാഹു അവൻ്റെ അടിമകളിലേക്ക് പ്രത്യക്ഷപ്പെടുന്നു, അവരിലേക്ക് ഏറ്റവും അടുത്തു വരുന്നു, അവരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നു, അവരുടെ ദോഷങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നു, നന്മകൾക്ക് അല്ലാഹു തആല ഇരട്ടിയായി പ്രതിഫലം നൽകുന്നു, അവർക്ക് സ്വർഗം നൽകുന്നു. ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, മാമിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅ്തിഖല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാരി മിൻ യൗമി അറഫ. അല്ലാഹു തആല അറഫ ദിവസത്തിൻ്റെ അന്ന് നരകത്തിൽ നിന്നും ഇത്ഖ് ചൊല്ലി അവൻ്റെ അടിമകളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതിനേക്കാൾ വേറെ ഒരു ദിവസത്തിൽ അങ്ങനെ കൂടുതലായി ചെയ്യുന്നില്ല. അള്ളാഹു അവൻ്റെ അനുഗ്രഹം നമുക്ക് മേൽ വാരിക്കോരി ചുരിഞ്ഞു തരികയാണ്. അള്ളാഹു അറഫ ദിവസത്തിൻ്റെ അന്നാണ് എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് മേൽ പൂർത്തിയാക്കി അവൻ്റെ മതനിയമങ്ങൾ സമ്പൂർണ്ണമാക്കിയത്. വിശുദ്ധ ഖുർആൻ, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിനെ ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു, എൻ്റെ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് മേൽ ഞാൻ സമ്പൂർണ്ണമാക്കിയിരിക്കുന്നു, ഇസ്ലാമിനെ നിങ്ങൾക്ക് മതമായി തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്ന വിശുദ്ധ വചനങ്ങൾ ഇറങ്ങിയത് അറഫ ദിവസത്തിലെ ജുമാ ദിനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വേറെ സ്ഥാനം നൽകിയ ഈ ദിനം, അവൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് മേൽ ചൊരിഞ്ഞു തന്നത്, അള്ളാഹുവെ നിനക്ക് സ്തുതികൾ അർപ്പിക്കുകയാണ്. ഈ അറഫ ദിനത്തിന് നാം അർഹമായ സ്ഥാനം നൽകണം, അതിനെ പരിഗണിക്കേണ്ട വിധത്തിൽ നാം പരിഗണിക്കണം. ഓരോ നിമിഷങ്ങളും ഏറെ വിലപ്പെട്ടതാണ് എന്ന് നാം മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിലേക്ക് പ്രാർത്ഥനകൾ കൊണ്ട് പ്രതീക്ഷയോടുകൂടെ മനസ്സുകൾ തുറന്നു വെച്ച് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് റബ്ബിൻ്റെ മുമ്പിൽ നമ്മൾ മനസ്സ് തുറക്കേണ്ടുന്ന ദിവസമാണ് അറഫ ദിവസം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയായിരുന്നു. ആ ദിവസം പ്രാർത്ഥനകൾ അധികരിപ്പിക്കും. അവിടുന്ന് പറഞ്ഞു, ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ, പ്രാർത്ഥനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന അറഫ ദിനം നടത്തുന്ന പ്രാർത്ഥനയാണ്. വ ഖൈറു മാ ഖുൽതു അന വൻ നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വ ലഹുൽ ഹംദു വ ഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ഞാനും എൻ്റെ മുമ്പ് കഴിഞ്ഞുപോയ നബിമാരും പറഞ്ഞ വചനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമേറിയ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വ ലഹുൽ ഹംദ് വ ഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന വചനമാണ്. അള്ളാഹുവിന് നാം കൂടുതൽ വഴിപ്പെടേണ്ടുന്ന ദിവസം അറഫ ദിവസത്തിൽ ഹാജിമാരില്ലാത്തവരൊക്കെ നോമ്പെടുക്കണം. ആ ഒരു നോമ്പിന് 2 വർഷത്തെ പ്രതിഫലം അല്ലാഹു തആല നൽകി നമ്മുടെ പാപങ്ങൾ മുഴുവനും അല്ലാഹു തആല അത് കാരണമായിക്കൊണ്ട് പുറത്തു തരും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടു അറഫ ദിനത്തിൻ്റെ നോമ്പിനെ പറ്റിയിട്ട്. അവിടുന്ന് പറഞ്ഞു, യുകഫിറു സനത്തൽ മാലിയത വൽ ബാഖിയ, കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും വരാൻ പോകുന്ന ഒരു വർഷത്തെയും 2 വർഷത്തെ പാപങ്ങൾ അത് പൊറുപ്പിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദോഷങ്ങൾ പുറത്തു തരുന്ന ഏറ്റവും അനുഗ്രഹീതമായ ആ അറഫ ദിനത്തിൽ നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അവയവങ്ങൾ, വിശിഷ്യ നാവിനൊക്കെ നാം പ്രത്യേകം നിയന്ത്രിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിക്കുന്നു,
ഇന്ന ഹാദാ യൗമുൻ മൻ മലക ഫീഹി സംഅഹു വബസറഹു വലിസാനഹു ഗുഫിറ ല. ഇന്ന് ഏറെ ശ്രേഷ്ഠമേറിയ ദിവസമാണ്. ഇന്നത്തെ ദിനം അവൻ്റെ കാഴ്ചയെ, അവൻ്റെ കേൾവിയെ, അവൻ്റെ നാവിനെയൊക്കെ നിയന്ത്രിച്ചവർക്ക് അല്ലാഹു തആല പുറത്തു തരും. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരട്ടെ, നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അവൻ സ്വീകരിക്കട്ടെ, പ്രാർത്ഥനകൾക്ക് അവൻ ഉത്തരം നൽകട്ടെ, കാര്യങ്ങളൊക്കെ അവൻ എളുപ്പമാക്കി അവന് അനുസരിച്ച് വഴിപ്പെടാനുള്ള തൗഫീഖ് അല്ലാഹു തആല നൽകട്ടെ എന്ന് റബ്ബിനോട് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഈദ് അൽ അദ്ഹ, ഈദുൽ അദ്ഹയിൽ നമ്മൾ നടത്തേണ്ടുന്ന, അള്ളാഹുവിലേക്ക് സമർപ്പിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ബലികർമ്മം. അള്ളാഹുവിൻ്റെ തൃപ്തി നേടാൻ, നാം തഖ്വയുള്ളവരാകാൻ, നാം അള്ളാഹുവിനെ ഓർക്കുന്നുണ്ട് എന്നതിൻ്റെ ആ നന്ദി പ്രകടിപ്പിക്കാനുള്ള ഒരവസരം. ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. അല്ലാഹു തആല ബലിയർപ്പണത്തെപ്പറ്റി ഖുർആനിലൂടെ പറയുന്നത് അങ്ങനെയാണ്. നിങ്ങൾ നടത്തുന്ന അറബ് മൃഗത്തിൻ്റെ മാംസം അള്ളാഹുവിലേക്ക് എത്തുന്നില്ല, അതിൻ്റെ രക്തവും എത്തുന്നില്ല. നിങ്ങളുടെ മനസ്സിൻ്റെ ഭക്തിയാണ് അള്ളാഹുവിലേക്ക് എത്തുന്നത്. കദാലിക സഖറഹാ ലക്കും ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വബശ്ശിരിൽ മുഹ്സിനീൻ. അള്ളാഹു തആല നിങ്ങൾക്ക് വഴിപ്പെടുത്തി തന്നതാണ് ഈ മൃഗങ്ങളെയൊക്കെ. അള്ളാഹു നിങ്ങളെ നേർമാർഗത്തിലാക്കി. നന്മ ചെയ്യുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കുവീൻ. ഉദ്ഹിയത്ത് ഒരു നന്ദി പ്രകടനം കൂടിയാണ്. അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നാം ചെയ്യുന്ന നന്ദി. അതോടൊപ്പം തന്നെ അള്ളാഹു തആല നമുക്ക് ആയുസ് തന്നതിന്, ആരോഗ്യം തന്നതിനൊക്കെ അള്ളാഹുവിനോട് സന്തോഷം പ്രകടിപ്പിച്ച് അള്ളാഹു തആല നൽകിയ സമ്പത്തിൽ നിന്ന് ഒരു ഭാഗം നീക്കിവെച്ച് ആ സുന്നത്തിനെ നാം ജീവിപ്പിക്കുക. അത് ഏറെ ശ്രേഷ്ഠമുള്ളതാണ്. ഈദ് ദിനത്തിൽ നാം പരസ്പരം സ്നേഹാശംസകൾ കൈമാറണം. നമ്മുടെ അയൽപക്കക്കാർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ആശംസകൾ നേരണം. പാവപ്പെട്ടവരെയും അശരണരെയും നാം ചേർത്ത് പിടിച്ച് അവരുടെ കണ്ണീരൊപ്പാൻ നാം ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഇടയിൽ സ്നേഹവും സന്തോഷവും പ്രകടിപ്പിച്ചുകൊണ്ട് ഈദ് ദിനം ഏറെ സന്തോഷകരമാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സന്തോഷത്തിൻ്റെ ദിവസമായിട്ടാണ് നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. ഹദീസിൽ നബി തങ്ങൾ പറഞ്ഞു, ഫഇന്നഹാ അയ്യാമു അഖിലിൻ വശുർബിൻ വദിക്രില്ലാഹ്. അന്ന് ഭക്ഷണം കഴിക്കേണ്ടുന്ന, പാനീയങ്ങൾ കുടിക്കേണ്ടുന്ന, അള്ളാഹുവിന് ദിക്ർ ചൊല്ലേണ്ടുന്ന ദിവസമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് മാതൃകയാണ്. അള്ളാഹുവെ, നിൻ്റെ വീട്ടിൽ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി എത്തിയ ലക്ഷോപലക്ഷം മുഅ്മിനീങ്ങൾക്ക് സന്തോഷകരമായ രീതിയിൽ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ചെയ്യാനുള്ള വഴികളൊക്കെ നീ എളുപ്പമാക്കി, അമലുകളൊക്കെ നീ കബൂലാക്കണമേ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.